എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 114 ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. റെജിയെ സംബന്ധിച്ചിടത്തോളം അനുവിനോടുള്ള പ്രണയം അവന് അസ്ഥിക്ക് പിടിച്ചതാണ്. അവളെ കണ്ട കാലം മുതൽ അത് തുടങ്ങിയതുമാണ്. അന്നു മുതൽ റെജിയുടെ ജീവിതം അവളോട് ചേർത്താണ് അവൻ കണ്ടിരുന്നത്. ഒരു കാരണവശാലും പറിച്ചെറിയാൻ കഴിയാത്തതുപോലെ അവൻ്റെ മനസ്സിൽ അവൾ സ്ഥാനം പിടിച്ചുപോയി. ഇങ്ങോട്ട് പ്രണയം പോയിട്ട് ഒരു ചായ്വ് പോലും ഇല്ല എന്ന് അവൾ തീർത്തു പറഞ്ഞെങ്കിലും വിട്ടുപോകാൻ അവൻ തയ്യാറല്ലായിരുന്നു. കിട്ടാത്തത് എങ്ങനെയും ഏതു വഴിയിലൂടെയും നേടാനുള്ള സ്വതസിദ്ധമായ അവൻ്റെ പ്രവണത ഇക്കാര്യത്തിലും അവൻ പ്രകടിപ്പിച്ചു. അതിനായി അവൻ ആദ്യം കണ്ടെത്തിയ വഴി കിച്ചുവിനെ പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു. കിച്ചുവും തൻ്റെ സുഹൃത്താണ്. കുറേ കാലങ്ങളായി തമ്മിൽ കാണാറും സംസാരിക്കാറുമൊന്നുമില്ല എന്നേ ഉള്ളൂ. എന്നാലും എപ്പോൾ വേണമെങ്കിലും അവനെ കാണാം. വേണമെങ്കിൽ പരിചയം പുതുക്കുകയും ചെയ്യാവുന്നതാണ്. താൻ വിദേശത്ത് പോകുന്നതിന് മുൻപ് വരെ പള്ളിക്കാര്യങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. അതുകൊണ്ട് ഏതായാലും കിച്ചു തന്നെ മറക്കില്ല എന്ന ഉറപ്പ് അവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ ഒന്ന് കാണണം. ഇനിയിപ്പോൾ അതല്ലാതെ മറ്റു വഴിയില്ല. സിസ്റ്റർമാർ എങ്ങനെയെങ്കിലും പറഞ്ഞ് പിന്തിരിപ്പിച്ച് തൻ്റെ വഴിക്ക് അവളെ കൊണ്ടുവരും എന്നായിരുന്നു വിശ്വാസം. അതിപ്പോൾ ഇല്ലാതെയായി. ഇനിയിപ്പോൾ തൻ്റേതായ വഴി സ്വീകരിക്കുകയേ മാർഗമുള്ളൂ. തനിക്ക് തൻ്റെ സ്വന്തം മാർഗം തന്നെയാണ് എന്നും സഹായം ചെയ്തിട്ടുള്ളത്. കിച്ചു നാട്ടിൽ വരുന്ന ശനിയാഴ്ച തന്നെയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ അവനെ കാണാമെന്ന് റെജി തീരുമാനിച്ചു. തനിക്ക് അങ്ങോട്ട് പോയി കാണാനുള്ള ഗ്രേഡൊന്നും അവനില്ല എന്നറിയാം. എന്നാലും കണ്ടേക്കാം. കാര്യം നടക്കണമല്ലോ. വെറുതെ ഒന്ന് കണ്ടാൽ പോരല്ലോ. കാര്യങ്ങൾ വിശദമായി സംസാരിക്കണ്ടേ. എങ്ങനെയെങ്കിലും സംസാരിച്ച് അവനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരണം. അതിനുള്ള കഴിവ് ദൈവമായിട്ട് തനിക്ക് തന്നിട്ടുണ്ട്. പല സ്ഥലത്തും അത് ഉപയോഗപ്പെടുത്തി താൻ നേട്ടമുണ്ടാക്കിയിട്ടുമുണ്ട്. അതിവിടെയും ഉപയോഗപ്പെടുത്തണം. ആ വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ കിച്ചു വീട്ടിലെത്തി. ബാങ്കിൽ പോയതിൻ്റെ വിവരമായിരുന്നു അവന് പ്രധാനമായും അവരോട് പറയാനുണ്ടായിരുന്നത്. പണം അടയ്ക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയും മാസത്തവണകളും വിശദമായി വക്കച്ചൻ ചേട്ടനോടും ദീനാമ്മ ചേട്ടത്തിയോടും കിച്ചു പറഞ്ഞു. വക്കച്ചൻ ചേട്ടൻ ഇപ്പോഴും ഇടഞ്ഞു തന്നെയാണ് നിൽപ്പ്. ഇവനിതെല്ലാം പറഞ്ഞിട്ടും അങ്ങേർക്ക് കാര്യമായ ഒരു അനക്കവുമില്ല. അപ്പച്ചൻ എന്താണ് അഭിപ്രായമൊന്നും പറയാത്തത്? ഞാൻ ചെയ്തത് ശരിയായില്ല എന്നുണ്ടോ? ശരിയായില്ലെന്നോ ശരിയായെന്നോ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ ലോൺ അടച്ചു തീർക്കാൻ പണമില്ല. ഇനിയിപ്പോൾ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആരെങ്കിലും അരമുറുക്കും. അവർ നയിക്കുന്ന ഇടത്തേക്ക് പോകും. അത്രയേ വക്കച്ചൻ കാണുന്നുള്ളൂ. മക്കളിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതിൻ്റെ നിരാശയാണ് സംസാരത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അത് തീർക്കാൻ ഇപ്പോൾ ആര് വിചാരിച്ചാലും സാധിക്കുകയില്ല. പിന്നെയും സാധിക്കുന്നത് മക്കൾക്കാണ്. അവർ ഒട്ട് വിചാരിക്കുകയുമില്ല. അതുകൊണ്ട് ആ വഴിക്ക് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്കെന്തായാലും ലോൺ അടച്ച് തീർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് എളുപ്പ വഴി ഇതാണ്. അത് സ്വീകരിച്ചു എന്ന് മാത്രം. പരമാവധി പോയാൽ 8 വർഷം. അപ്പോഴേക്കും ആധാരവും മറ്റു ഡോക്യുമെൻസും നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ അതെല്ലാം കൂടെ ഈ 2 പേരുടെയും കൈകളിലേക്ക് വെച്ച് തരും. എൻ്റെ അപ്പച്ചൻ അങ്ങനെ കടമുള്ളവനാകണ്ട. അതിനിപ്പോൾ 8 കൊല്ലം കൂടി തങ്ങൾ ഉണ്ടെങ്കിലല്ലേ. ഇതേ നിലയിലാണ് പോക്ക് എങ്കിൽ 2-3 വർഷത്തിനുള്ളിൽ തൻ്റെ കാര്യം തീർന്നേക്കും.
തങ്ങളുടെ അടക്ക് നടത്താനുള്ള ചെലവും നീ തന്നെ വഹിക്കേണ്ടി വരും. പറയാൻ അങ്ങനെ വിചാരിച്ചെങ്കിലും അങ്ങനെയൊന്നും അവർ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ അത് അവനെ കൂടുതൽ വിഷമിപ്പിക്കുകയേ ഉള്ളൂ. എന്തിനാണ് അവൻ്റെ ശുദ്ധ മനസ്സ് വെറുതെ വിഷമിപ്പിക്കുന്നത്? അന്ന് ഞങ്ങൾ ഉണ്ടെങ്കിലല്ലേ? അപ്പോൾ അന്നേരത്തെ യുക്തം പോലെ ചെയ്യാം. ഏതായാലും നിന്റെ താല്പര്യം കൊള്ളാം. ഞങ്ങൾ തോറ്റ സ്ഥലത്ത് നീ ഞങ്ങളെ വിജയിപ്പിച്ചില്ലേ? അതാണല്ലോ മക്കളുടെ കടമ. വിഷമമുണ്ടെങ്കിലും അല്പം സന്തോഷവും ഉണ്ട്. എന്നും ധാരാളം വർത്തമാനം പറയാറുള്ള ദീനാമ്മച്ചി പോലും കാര്യമായി വർത്തമാനമൊന്നും പറയുന്നില്ല. 2 പേർക്കും വലിയ വിഷമമാണ്. തന്നെക്കൊണ്ട് പണമടപ്പിക്കുന്നതിലല്ല വിഷമം എന്ന് കിച്ചുവിന് മനസ്സിലായി. സ്വന്തം മക്കളിൽ നിന്നുണ്ടായ വഞ്ചനയാണ് അവരെ വിഷമിപ്പിക്കുന്നത്. അത് കാലം മായ്ച്ചു കളയേ നിവൃത്തിയുള്ളൂ. അത്ര നാളും കാത്തിരിക്കുക തന്നെ. കൂടുതൽ വിഷമിപ്പിക്കാതെ ശ്രദ്ധാപൂർവം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതുമാത്രമേ തനിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ശനിയാഴ്ചയാണ് റെജി കിച്ചുവിനെ കാണാൻ വന്നത്. അവൻ വെള്ളിയാഴ്ച വന്നിട്ടുണ്ട് എന്ന് റെജിയുടെ ആൾക്കാർ തന്നെ അവനെ അറിയിച്ചു. റെജിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിരത്തും തട്ടിൽ അവന് വേണ്ടതെന്തും ചെയ്തു കൊടുക്കാൻ ഒരു സംഘം തന്നെ അവനോടൊപ്പം ഉണ്ട്. നിരത്തും തട്ടിൽ അവൻ്റെ വകയായി 2-3 ക്വാറികളുണ്ട്. അതിലേക്ക് പൊട്ടിച്ച വലിയ കല്ലുകൾ കൊണ്ടുവരാനുള്ള വണ്ടികളുമുണ്ട്. വിവിധ സൈസിലുള്ള മെറ്റലുകളും പൊടിയും കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നതിനായി ഓടുന്ന കുറേ ടിപ്പർ ലോറികൾ വേറെയുമുണ്ട്. ക്രഷറിലെ തൊഴിലാളികളും വണ്ടികളിലെ തൊഴിലാളികളും സഹായികളും ഒക്കെയായി 50-ലധികം ആളുകൾ ഉണ്ട്. അവരെല്ലാം റെജി മുതലാളി പറയുന്നതിനപ്പുറം പോകുകയുമില്ല. വർഷങ്ങളായി കാണാതിരുന്നിട്ട് കിച്ചുവും റെജിയും തമ്മിൽ കാണുന്നതാണ്. പരസ്പരം ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ പറഞ്ഞു. നീ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറേ നാളായോ? ഇപ്പോൾ ഇവിടെ എന്തു ചെയ്യുന്നു? ഇനിയും തിരിച്ചു പോകാൻ പ്ലാൻ ഉണ്ടോ? അതോ സ്ഥിരമായി ഇവിടെ തന്നെ തങ്ങുകയാണോ? ജീവിതകാലം മുഴുവൻ വിദേശത്ത് പോയി പണിയെടുത്താൽ പോരല്ലോ. സ്വന്തം നാട്ടിലും കുറച്ചുനാൾ ജീവിക്കണ്ടേ? അതെങ്ങനെയാ? അതിന് മനസ്സിനിണങ്ങിയ ഒരാളെ കൂട്ടിനായി കണ്ടുപിടിച്ചപ്പോൾ അവൾക്ക് താല്പര്യമില്ലത്രേ. കുറച്ച് നാൾ കൂടി എനിക്ക് വിദേശത്ത് പോകേണ്ടി വരും. അവിടെ കുറച്ച് ഏർപ്പാടുകളൊക്കെ തീരാനുണ്ട്. അതെല്ലാം തീർത്തിട്ട് പോരണം. തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടി ഇപ്പോഴേ പദ്ധതികളെല്ലാം തുടങ്ങി വയ്ക്കുകയാണ്. എന്തൊക്കെയാണ് പദ്ധതികളെന്നും എത്രയൊക്കെയാണ് ആസ്തികൾ ഇവിടെ വാങ്ങിക്കൂട്ടിയത് എന്നും കിച്ചുവിനോട് റെജി വിശദമായി പറഞ്ഞു. നിയമപരമായി അംഗീകാരം കിട്ടുന്ന വഴികൾ മാത്രമൊന്നുമല്ല, കുറേ വളഞ്ഞ വഴികളും ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം റെജി സമ്മതിക്കുകയും ചെയ്തു. അത് പിന്നെ ആർക്കാണെങ്കിലും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. നേരായ മാർഗത്തിൽ മാത്രം പണമുണ്ടാക്കുന്ന ഒരുവന് പണക്കാരനാകാൻ കഴിയില്ല. അതും കുറഞ്ഞ വർഷം കൊണ്ട് ഇത്രയധികം പണം സമ്പാദിക്കാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ അവന് വിദേശത്ത് പോയിട്ടും ശരിയായ രീതിയിലുള്ള ബിസിനസ്സൊന്നും ആയിരിക്കില്ല. മാത്രവുമല്ല, അവിടെ ചെല്ലുമ്പോൾ ഒരു ബിസിനസ് അവിടെ തുടങ്ങാനുള്ള ആസ്തിയുമായിട്ടല്ല അവൻ ഇവിടെ നിന്ന് പോയത്. ആ വിവരവും കിച്ചുവിനറിയാം. മൂലധനമില്ലാതെ എവിടെ പോയാലും പണമുണ്ടാക്കാനുള്ള വഴികൾ ധാരാളം ഉണ്ടല്ലോ. പക്ഷേ പിടിക്കപ്പെട്ടാൽ പിന്നെ ഇങ്ങോട്ട് പോരാനേ പറ്റില്ല. ജീവിതം അഴിക്കുള്ളിൽ അവസാനിക്കും. ചിലപ്പോൾ വധശിക്ഷയും കിട്ടിയെന്നിരിക്കും. അതു നല്ല കാര്യമാണ്. പോയിട്ട് വന്നിട്ട് ഒരു വിവാഹവും കഴിച്ച് ഇവിടെ താമസിക്കുക. വല്ലപ്പോഴുമെങ്കിലുമൊക്കെ നമുക്ക് തമ്മിൽ കാണുകയും ചെയ്യാം. പഴയ കൂട്ടുകാരെ കാണുന്നത് മനസ്സിന് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ 2 പേരും ആയിരുന്നല്ലോ പഴയ ചങ്ങാതിമാർ. തനിക്കിപ്പോൾ ഫലത്തിൽ ചങ്ങാതിമാരൊന്നുമില്ല. പണവുമായി ചങ്ങാത്തം കൂടി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനുമായുള്ള ചങ്ങാത്തം ഇല്ലാതെയാവും. പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്ത് പണം തന്നെ. പണം കൊണ്ടുവരുന്നവൻ തൽക്കാലത്തേക്ക് സുഹൃത്താണ്. അവനിൽ നിന്നുള്ള വരവ് നിന്നു കഴിഞ്ഞാൽ അവനുമായുള്ള സൗഹൃദവും ഇല്ലാതെയാകും. തൻ്റെ മാർഗത്തിൽ തടസ്സം നിൽക്കുന്നവരെല്ലാം ശത്രുക്കളാണ്. അവർ മുൻകാല സുഹൃത്തുക്കളാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി. ആ നിലയ്ക്ക് നോക്കുമ്പോൾ
കിച്ചു ഇപ്പോൾ തൻ്റെ ശത്രുവാണ്. ഒരു കാലത്ത് സുഹൃത്തും ഇപ്പോഴത്തെ ശത്രുവും. രണ്ടായാലും റെജിക്ക് തുല്യമാണ്. സുഹൃത്തിന് സുഹൃത്തായി തന്നെ നിലനിൽക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അത് മനസ്സാലെ ചെയ്താൽ അവർക്ക് കൊള്ളാം. വേണമെങ്കിൽ മതി. ഇല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യിപ്പിക്കാൻ റെജിക്കറിയാം. അത് കഴിയുകയും ചെയ്യും. പിന്നെ അധിക നേരം സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. ക്വാറികളിലേക്ക് ചെല്ലണം. ഇല്ലെങ്കിൽ അവർ തോന്നും പോലെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഇപ്പോൾ വന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ്. നീ ശാന്തമായി കേൾക്കുക. എന്നിട്ട് ഉചിതമായ തീരുമാനമെടുക്കുക. ഞാൻ തീരുമാനമെടുക്കേണ്ട വിഷയം നീയുമായി ബന്ധപ്പെട്ടതുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുമായി നീ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് ഒരു ബന്ധവുമില്ല. അതോ നിനക്ക് ഇനി കോൺട്രാക്ട്സ് ബിസിനസ്സിലേക്കെങ്ങാനും തിരിയാൻ താൽപ്പര്യമുണ്ടോ? ഇവൻ കാര്യമറിയുന്നതിന് മുൻപ് തന്നെ നിഗമനത്തിലെത്തുകയാണല്ലോ. ഒരുമാതിരി അറക്കുന്നതിന് മുമ്പ് പിടയ്ക്കുന്ന സ്വഭാവം. നേരത്തെയും ഉള്ളത് തന്നെയാണ്. അന്ന് അടി കിട്ടുന്നതിന് മുമ്പ് കരയുമായിരുന്നു. ഇപ്പോൾ കരയുന്നില്ലായിരിക്കാം. പകരം പ്രതികരിക്കുന്നു എന്ന് മാത്രം. എനിക്ക് മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നീയും അറിയുന്നതാണ്. പേര് അനു. മാതാപിതാക്കളോ ബന്ധുക്കളോ ഒരുത്തനും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അകന്ന ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അവളുമായി ഒരു ബന്ധവുമില്ല. അവളുടെ ഒരു കാര്യത്തിനും അവർ ഇടപെടുകയുമില്ല. അവളെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് അതിയായ താൽപ്പര്യം. അത് പണ്ടേ ഉള്ളതാണ്. അന്നും അവൾക്ക് അടുപ്പം നിന്നോടായിരുന്നു. കിച്ചു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ പറയുന്നതൊക്കെ കേട്ടു എന്ന് മാത്രം. അർഹിക്കാത്തതിന് എന്ത് മറുപടി പറയാനാണ്? അതുകൊണ്ട് അന്ന് ഞാൻ അവളോട് കാര്യം പറഞ്ഞപ്പോൾ അവൾ അറുത്തു മുറിച്ചു പറഞ്ഞു പറ്റില്ല എന്ന്. എന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് അവൾ പോകണ്ടേ? ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള താല്പര്യം പരസ്പരം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നീ എനിക്ക് വഴി മാറിത്തരണം. എങ്കിൽ മാത്രമേ എനിക്ക് അവളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. എനിക്ക് അവളിലേക്ക് എത്താതിരിക്കാൻ പറ്റില്ല. അത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ വഴി മാറിയാലും അവൾ സമ്മതിക്കുമെന്ന കാര്യത്തിന് നിനക്ക് വല്ല തീർച്ചയുമുണ്ടോ? എന്നാലും അവൾ സമ്മതിച്ചില്ലെങ്കിലോ? ഇത് വെറും പരീക്ഷണം മാത്രമല്ലേ? അല്ലെങ്കിൽ തന്നെ വളഞ്ഞ വഴിക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണോ സ്നേഹമെന്ന് പറയുന്നത്? അത് മനസ്സിൽ നിന്നുണ്ടാകേണ്ടതല്ലേ? ഭാര്യയായി കൂടെ വന്നു കഴിഞ്ഞാൽ ഏതവളുടെ മനസ്സിലും സ്നേഹമുണ്ടാക്കിയെടുക്കാൻ തനിക്ക് കഴിയും. ഇവളാണെങ്കിലും വേണ്ടില്ല, കുറച്ചുകൂടി കൂടിയ ഇനമാണെങ്കിലും വേണ്ടില്ല. ഏതായാലും റെജി ആഗ്രഹിച്ചു പോയി. ഇനിയിപ്പോൾ അത് കിട്ടാതെ അടങ്ങിയിരിക്കാൻ ഒക്കില്ല. അതിനുവേണ്ടി ഏത് വഴിയാണെങ്കിലും ഞാൻ സ്വീകരിക്കും. പറയാനുള്ളത് ഞാൻ നിന്നോട് ഇപ്പോൾ പറഞ്ഞു. എന്തുകൊണ്ട്? പഴയ സുഹൃത്തായതുകൊണ്ട് മാത്രം. ചെറുപ്പത്തിൽ റെജിക്ക് നന്നായി അറിയാവുന്നവരാണല്ലോ വക്കച്ചൻ ചേട്ടനും ദീനാമ്മ ചേട്ടത്തിയും. വീട്ടിൽ വന്നെങ്കിലും റെജി അവരെ പരിഗണിച്ചു പോലുമില്ല. തിരിച്ചു പോകുമ്പോഴെങ്കിലും സംസാരിക്കും എന്ന് കിച്ചു കരുതി. എന്നാൽ കിച്ചുവിനോട് ഇത്രയും പറഞ്ഞതിന് ശേഷം ആ മാതാപിതാക്കളോട് ഒരക്ഷരം പോലും സംസാരിക്കാതെ അവൻ ഇറങ്ങിപ്പോയി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. അവരും കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യട്ടെ എന്ന്. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓക്കേ.